ഇപ്പോൾ പലരും ഷെയർ ട്രേഡിംഗ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഷെയർ ട്രേഡിംഗിൽ നിന്ന് വരുന്ന ബിസിനസ് ഇൻകം അതെങ്ങനെയാണ് നമ്മൾ ടാക്സ് ചെയ്യുക? ഷെയർ ട്രേഡിങ്ങിൽ രണ്ട് രീതിയിലാണ് ബിസിനസ് ഇൻകം വരാറ്. ഒന്ന് നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ചെയ്യുന്നത് കാണാറുണ്ട്, അതുപോലെ തന്നെ സ്പെക്കുലേഷൻ ബിസിനസ് ഉണ്ട്. ഇത് രണ്ടും ബിസിനസ് ഇൻകം ആയിട്ടാണ് കണക്കാക്കാം. ഈ ബിസിനസ് ഇൻകം നമുക്ക് ടേൺ ഓവറിന്റെ ലിമിറ്റിന് മീതെ വന്നു കഴിഞ്ഞാൽ ടാക്സ് ഓഡിറ്റ് വരുമോ ഇല്ലേ എന്നുള്ളത് ജനറലി ഉള്ള ഒരു കൺഫ്യൂഷനാണ്, എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ്. അവിടെ നമുക്കൊരു എക്സംഷൻ എടുക്കാവുന്നത് നമ്മളുടെ ഇൻകം അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറിലും ക്യാഷ് ഡീലിങ്സ് ഒന്നുമില്ലെങ്കിൽ, ക്യാഷ് ട്രാൻസാക്ഷൻ ഒന്നുമില്ലെങ്കിൽ, അവർ പറയുന്ന ലിമിറ്റ് 5% കൂടുതൽ ക്യാഷ് ട്രാൻസാക്ഷൻ ഇല്ലെങ്കിലും എക്സ്പെൻഡിച്ചറിലും ഇൻകത്തിലും 5% കൂടുതൽ ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ആ ടേൺ ഓവറിന്റെ ലിമിറ്റ് നമുക്ക് 10 കോടി വരെ കൂട്ടാം. 10 കോടി വരെ ഉള്ളവർക്ക് ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ 1 കോടി എന്നുള്ളത് 10 കോടി വരെ നമുക്ക് ടാക്സ് ഓഡിറ്റ് ഇല്ലാതെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ചെയ്യുന്നതും അതായത് സ്പെക്കുലേഷൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ആ ഒരു കാറ്റഗറിയിൽ വെച്ചിട്ട് എക്സംഷൻ ഓഡിറ്റിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 10 കോടിക്ക് മീതെ ആ ട്രാൻസാക്ഷൻ വരുന്നുണ്ടെങ്കിൽ, ടേൺ ഓവർ വരുന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഓഡിറ്റ് ചെയ്യേണ്ടതാണ്.